ആദ്യം തന്നെ പറയാം, ഇതൊരു പഴയ വീഡിയോ ആണ്. നമ്മൾ മധ്യപ്രദേശ് IGNTU യൂണിവേഴ്സിറ്റിയിലേക്ക് ഓഫ്ലൈൻ കൗൺസിലിംഗിന് പോയ സമയത്തുള്ള വ്ളോഗാണ്. രാവിലെ തന്നെ കൂട്ടുകാരൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. ട്രെയിൻ കയറി അവിടുന്ന് 2 ദിവസത്തെ യാത്രയുണ്ട് ഗൈസ് ബിലാസ്പൂർ സ്റ്റേഷനിലേക്ക്. 2 ദിവസത്തെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലെങ്കിലും ഇതൊരു വ്ളോഗായിട്ടുണ്ടെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗൈസ്. ഞാൻ ഫസ്റ്റ് പോയ നോർത്ത് ഇന്ത്യൻ ട്രിപ്പാണ്. സ്റ്റാർ ഓഫ് ദ ഷോ ദിസ് ഈസ് റിഫായ് ഫ്രം കോഴിക്കോട്, നമ്മുടെ കൂട്ടുകാരനാണ്. ട്രെയിനിലെ ഫസ്റ്റ് ദിവസവും സെക്കൻഡ് ദിവസവും വാസ് അടിപൊളി ഗൈസ്. രാവിലെ മുതൽ ചള്ളിയടി ഒടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീരുന്ന വൈകുന്നേരം ആയിരിക്കും ഗൈസ്. ഇത് ഞാൻ എടുത്തു കൊടുത്ത വീഡിയോ ആണ്. ദിസ് ഈസ് അർച്ചന കവി, നമ്മുടെ ഫ്രണ്ടാണ്. 2-2.5 ദിവസം ട്രെയിനിൽ ട്രാവൽ ചെയ്ത് ഞങ്ങൾ ബിലാസ്പൂർ മധ്യപ്രദേശ് സ്റ്റേഷനിൽ എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അലട്ടിയ സാധനം എന്താണെന്ന് അറിയോ? ഫുഡ് കഴിക്കുന്ന കാര്യമാണ്. നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കഴിച്ച് ഇത്ര വൃത്തിയുള്ള സ്ഥലം. ബേസിക്കലി ഞങ്ങളിപ്പോൾ ഈ കഴിക്കുന്ന പ്ലേറ്റൊക്കെ ഇല്ലേ, ഈ പ്ലേറ്റിലൊക്കെ എലി ഇരിക്കുന്ന ഞാൻ കൈ കഴുകാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ട് കഴിച്ചു. അതുകൊണ്ട് തന്നെ ഞാനവനും ഒരു ചപ്പാത്തിയാണ് പറഞ്ഞത്. പക്ഷെ ആ വിശന്നിരിക്കുന്ന സമയത്ത് ആ ഉണക്ക കൊട്ടിയും ഞങ്ങൾക്ക് അമൃതമായിരുന്നു കഴിച്ച്. അമൃത്. ഇപ്പൊ നിങ്ങൾ ഈ ബൈക്ക് കാണുന്നില്ലേ, ഇതൊന്നും ഒന്നുമല്ല, ലിറ്ററലി ഒരു അണ്ടർ ഡെവലപ്ഡ് സ്ഥലമാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ബിലാസ്പൂർ അന്ന് നൈറ്റ് ഞങ്ങൾ അവിടെ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പെൻഡ്രയ്ക്ക് ട്രെയിൻ കയറി കഴിച്ചു. ആൻഡ് പെൻഡ്രയിൽ എത്തി കഴിഞ്ഞിട്ട് പിന്നെ ഷെയർ ടാക്സി പിടിച്ച് ഞങ്ങൾ നേരെ IGNTU യൂണിവേഴ്സിറ്റിയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെൻഡ്രയിൽ 3/4 മണിക്കൂർ എങ്ങാണ്ട് മഴയത്ത് നിന്ന് ഒച്ചപ്പാടും ബഹളമായിട്ടാണ് ഈ വണ്ടി ഓടിക്കണ ഈ ചേട്ടൻ നമ്മളെ IGNTUയിൽ കൊണ്ടുവിടാന്ന് പറയുന്നത്. പുള്ളിയാണെങ്കിൽ അവിടുത്തെ എന്തോ കറ്റാസ്ട്രോഫിക് ഡോൺ ആയിട്ടുള്ള കടയാടി ടീംസ് ആണ്. നമ്മുടെ ചുറ്റുപാടുള്ള സ്ഥലമൊക്കെ ഒരു 90s കേരള ലുക്കാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട്, അത്ര അണ്ടർ ഡെവലപ്ഡ് ആയിട്ടാണ് മധ്യപ്രദേശ് കിടക്കുന്നത്. അങ്ങനെ നീണ്ട 24 കിലോമീറ്റർ ട്രാവലിന് ശേഷം ഞങ്ങൾ യൂണിവേഴ്സിറ്റി എത്തി. അപ്പൊ ബാക്കി അടുത്ത ബ്ലോഗിൽ പറയാം. അതുവരെ എല്ലാവർക്കും നമോ ഭാഗം.